ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണ്? ഹർഷിത് സൈനി. അദ്ദേഹം ഏതിൽപ്പെട്ടാണ്? പഞ്ചാബിയാണ്? പുള്ളി ബേസിക്കലി ഒരു സർദാറാണ്. സർദാറാണ്. ഇപ്പം ഇവർ ഈ സംഘികളുടെ ചാനൽക്കാർ പറയണ പോലെ സംഘിയൊന്നുമല്ല, ആളൊരു സർദാറാണ്. ഇവർക്ക് സത്യത്തിൽ കാര്യങ്ങളൊന്നും അറിയില്ല. ആരാണ്, എന്താണ്, എവിടെ നിന്നാണ് ഒന്നും അറിയാണ്ട് ഇങ്ങനെ പടച്ച് വിടുകയാണ് കുറേ ന്യൂസുകൾ. ഞാൻ പോലും മോദി ഫാൻ. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഞാൻ എപ്പോഴാണ് മോദി ഫാൻ ആയതെന്ന്. ഞാൻ രാഹുൽ ഗാന്ധി ഫാനാണ്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ഇലക്ഷന് ഞാൻ ലക്ഷദ്വീപിൽ ഇറങ്ങി കോൺഗ്രസ്സിന് വേണ്ടി സംസാരിച്ചത്. കോൺഗ്രസ്സിന് വേണ്ടി ഞാൻ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ടായി. അതിന് റീസൺ എന്താ? എൻ്റെ കൈകൊണ്ട് വോട്ടിട്ട് രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആവണ്ട എന്ന് പറഞ്ഞ ഫൈസൽ എന്ന് പറഞ്ഞ MP അവിടെ നിന്ന് തുരത്തണമെന്നുള്ള ആഗ്രഹത്താലാണ്. 2 സ്റ്റെപ്പ് BJPയോട് അടുത്ത് നിന്നതാണ് ഫൈസലും ടീമും, അന്നത്തെ MP. അപ്പം അയാൾ പല ഇക്കൊക്കെ ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. ഇക്കന്ന് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഇക്കൊരു വീഡിയോ കിട്ടിയായിരുന്നു. ഇയാള് ഫൈസൽ വോട്ട് ചോദിക്കാൻ പോണ എങ്ങനെയാണ്? BJPക്ക് മാറാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ. ആ വീഡിയോ അന്ന് ഞാനാ പറഞ്ഞത് ഇക്കാനോട് ടെലികാസ്റ്റ് ചെയ്യേണ്ട, കാരണം നമ്മൾ ലക്ഷദ്വീപിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രശ്നത്തിലേക്ക് പോകണ്ടെന്ന്. അന്ന് തൊട്ടാണ് ഞാൻ ഇയാളെ മനസ്സിലാക്കി തുടങ്ങിയത്. ശരിക്കും എനിക്ക് ഈ ഫൈസലിനെ മനസ്സിലാക്കാനുള്ള ഒരു ചാൻസ് തന്നത് ഇക്കയാണ്. എനിക്ക് തോന്നുന്നു ആ ഫൈസൽ എന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് അല്ലേ? ഫൈസലിന്റെ വ്യക്തിക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് അന്ന് ഫൈസലിന്റെ പാർട്ടിക്കാരിയായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ NCP-കാരിയായിട്ടുള്ള. എൻ്റെ ഫാദർ NCP ആണ്. എൻ്റെ വാപ്പാൻ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇവരുടെ പാർട്ടിക്കാരാണ്. എൻ്റെ വാപ്പയിൽ ഫൈസൽ എന്ന് പറയുമ്പോൾ ഫൈസൽക്ക് വേണ്ടി എന്നെ കൊണ്ട് വോട്ടിടിയിച്ച ആളാണ് എൻ്റെ വാപ്പ. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇക്കാടെ ആ വീഡിയോ എനിക്ക് കാണിച്ചു തന്ന വീഡിയോയിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ എനിക്ക് ലക്ഷദ്വീപുമായിട്ട് ആ സമയത്ത് ബന്ധം ഉണ്ടായിരുന്നില്ല. അവിടെ എന്താണ് പ്രചരിക്കുന്നത്, എന്താണ് ഇയാളൊക്കെ കാണിച്ചു കൂട്ടുന്നത്, അന്നത്തെ MP ആയിട്ടുള്ള ഫൈസൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കാണിക്കുന്നത്, ഇതിനെപ്പറ്റി എനിക്ക് അറിവുകളുണ്ടായിരുന്നില്ല. ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പിന്നെ മനസ്സിലാക്കി, ഇയാളെ ഞാൻ ഒന്ന് ഫോളോ ചെയ്ത് നോക്കി എന്താണ് സത്യത്തിൽ അവിടെ നടക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി BJPനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഫൈസൽ. NCP-യിൽ നിന്നുകൊണ്ട് മാത്രമല്ല, പുള്ളി പബ്ലിക് സ്റ്റേജിൽ കയറി എന്ന് പറഞ്ഞു എൻ്റെ കൈ കൊണ്ട് വോട്ടിട്ട് രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആവണ്ടെന്ന്. ഇത് നമ്മൾ എങ്ങനെ ക്ഷമിക്കും? നമുക്ക് ഇന്ന് ആവശ്യം ഇന്ത്യ മുന്നണിയിൽ നമുക്ക് ഇന്ന് ആവശ്യം ആരെയാണ്? രാഹുൽ ഗാന്ധിയെ പോലുള്ളൊരു നേതാവിനെ നമുക്ക് ആവശ്യമാണ്. ഇന്ത്യ മുന്നണിയെ നമുക്കിവിടെ വേണം അല്ലേ? നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ, അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുമ്പോൾ, ഒരു വ്യക്തി അപ്പുറത്ത് നിന്നുകൊണ്ട് പറയാണ് കോൺഗ്രസിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് BJP എന്ന്. അതും പറയുന്നത് ആരാണ്? ഫൈസലിനെ പോലെ നമ്മളെ ലക്ഷദ്വീപിൻ്റെ MP ആയി ഞാനടക്കമുള്ള ആൾക്കാർ വോട്ടിട്ട് ജയിപ്പിച്ച MP പറയുന്ന കാര്യം. പിന്നെ ഈ പ്രഫുൽ ഗൗഡ പട്ടേൽ എങ്ങനെ ലക്ഷദ്വീപിലേക്ക് എത്തി എന്നുള്ളത് ഇക്കാക്കറിയോ? അതിനുശേഷമാണ് ഞാൻ അന്വേഷിക്കുന്നത്. പ്രഫുൽ ഗൗഡ പട്ടേലിന് ആവശ്യപ്പെട്ടത് ഈ ഫൈസൽ തന്നെയാണ്. ഫൈസൽ തന്നെയാണ് പോയി പാർലമെന്റിൽ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്കൊരു പൊളിറ്റിക്കൽ നോമിനിയെ തരാൻ. IAS-ഉം IPS-ഉം ഇരിക്കുന്ന കസേരയിലേക്ക് BJP-കാരോട് ആവശ്യപ്പെടുകയാണ് പൊളിറ്റിക്കൽ നോമിനിനെ. പിന്നെ അവരാരെയാ വിടുക? അവരുടെ ഒരു പൊളിറ്റിക്കൽ നോമിനിയനല്ല വിടുള്ളൂ. അപ്പം ഇയാൾ ആവശ്യപ്പെട്ടിട്ടാണ് ഈ നോമിനി വരുന്നത്. ഇയാൾ വന്ന് പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരവാദി ആരാണ് ശരിക്കും? ഫൈസലല്ലേ? അതുകൊണ്ടാണ് എനിക്ക് ആളോട് അത്ര ദേഷ്യം വന്നത്. എനിക്ക് തോന്നുന്നു അന്ന് അതിനുശേഷം ഇപ്പോൾ സെയ്ദ് ദീർഘകാലമായി അദ്ദേഹം MP ആയി, അദ്ദേഹത്തിന് ഫാദർ MP ആയിരുന്നു. ഇപ്പൊ വീണ്ടും MP ആയി വന്നിരിക്കുന്നു. അബ്ദുള്ള സെയ്ദിന്റെ മോൻ വന്നിരിക്കുന്നു. അതാണ് ഞാൻ സെയ്ദ് എന്ന് ഉദ്ദേശിച്ചത്. അദ്ദേഹം ഇതിനു മുമ്പ് അന്ന് ഞാൻ അവിടെ വന്നിട്ടുണ്ട് ലക്ഷദ്വീപിൽ. അന്ന് ഞാൻ ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. അദ്ദേഹം MP ആയിരിക്കുമ്പോൾ വീണ്ടും അദ്ദേഹം ജയിച്ചു വന്നിരിക്കും. ഇപ്പം ലക്ഷദ്വീപിലെ വിഷയങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ സത്യം പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ കപ്പലിൻ്റെ ഇഷ്യൂസ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. MP ആയി കയറിയ സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ കപ്പലിൻ്റെ പക്ഷെ അത്ര ഇഷ്യൂസ് ഉണ്ടായില്ല. അതിനു മുമ്പേ ആൾ ഇടപെട്ടു. കപ്പലുകൾ ഓടാതിരുന്ന ലക്ഷദ്വീപ് സീ എന്ന് പറഞ്ഞൊരു കപ്പലുണ്ടായിരുന്നു, ഓടാതെ വർഷങ്ങളായിട്ട് കിടക്കുകയായിരുന്നു, ഇതുവരെ ഓടിയിട്ടില്ല. ആ കപ്പൽ വരെ ഓടിച്ചു. ആൾ ഇടപെട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഓടിച്ചു. ഇന്നിപ്പോൾ ടിക്കറ്റ് മേടിക്കാൻ ആളില്ല. ടിക്കറ്റ് ഉണ്ട്, മേടിക്കാൻ ആളില്ല എന്നുള്ളൊരു ഘട്ടമുണ്ട്. സോ ഇതൊക്കെയാണ് മാറ്റം എന്ന് പറയുന്നത്. ആളിപ്പോൾ ഈ ഒരു വർഷത്തിനിടയിലാണ് കേട്ടോ, ആളിപ്പോൾ ജയിച്ചിട്ട് ഒരു വർഷത്തിനിടയിൽ പണ്ടാര ലാൻഡിൻ്റെ വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെട്ടു. ആൾ അതിനനുസരിച്ച് ജനങ്ങളുടെ ഒപ്പം നിന്നു. കോടതിക്ക് പോകേണ്ട കേസുകൾക്ക് കോടതിക്ക് പോകാനുള്ള സഹായങ്ങൾ ചെയ്തു. കോടതിക്ക് പോകേണ്ട കാര്യങ്ങൾ ആൾ സ്വന്തമായിട്ട് കോടതിക്ക് പോയിട്ടുണ്ട്.
ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സമാധാനമുണ്ട്. എനിക്കിപ്പോൾ പരാതികളൊന്നും കിട്ടുന്നില്ല ആരുടെ. ജനങ്ങൾ പരാതിപ്പെടുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോഴാണല്ലോ ഞാനൊക്കെ പ്രതികരിച്ചിരുന്നത്. അത് ഇക്കാക്കറിയാലോ, എത്രയോ കോൾസ് നമുക്ക് വന്നുകൊണ്ടിരുന്നു. ഇക്കാക്കറിയാം, ഞാനന്ന് മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ എയർ ആംബുലൻസിന്റെ വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിന് വലുതായിട്ട് മാറ്റങ്ങളൊന്നുമില്ല. എയർ ആംബുലൻസ് ഇന്നും ജനങ്ങളെ, ഇപ്പം രോഗിയായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ കുത്തി നിറച്ച് കൊണ്ടുവരുന്നത് തന്നെയാണ്. അതിലിപ്പോഴും ഒരു സിസ്റ്റം മാറ്റം വന്നിട്ടില്ല, ഒരു മാറ്റവുമില്ല. ഇപ്പോഴും നമ്മളുടെ MP ആവശ്യപ്പെടുന്നത് അവിടേക്ക് നല്ല ഹോസ്പിറ്റലില്ല. പുള്ളി ഇപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, കിളിത്തൻ ഐലൻഡിലേക്ക് പുള്ളിയുടെ MP ലാഡ് ഫണ്ട് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി റെഡിയാക്കാനുള്ള പരിപാടി ചെയ്തിരിക്കുക. അതാ പറഞ്ഞത്, നല്ല വ്യക്തികൾ വരുമ്പോൾ അതിന് അനുസരിച്ചൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് പറയാനുള്ള റീസൺ അതാണ്. ഇപ്പൊ സ്വന്തമായിട്ട് ഇനിയിപ്പോ ഗവൺമെന്റിനോട് പറഞ്ഞു അവർ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ MP ലാഡ് ഫണ്ടിൽ നിന്ന് പുള്ളിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിൽ നമുക്കിപ്പം പറയാം, ഒരു കേന്ദ്രത്തിൻ്റെ ഒരാളായിട്ടാണ് ഈ പറയുന്ന താങ്കൾ വിവാഹം ചെയ്യുന്ന ആൾ അല്ലേ? കേന്ദ്രത്തിൻ്റെ നോമിനിയാണ് അദ്ദേഹം, ഉദ്യോഗസ്ഥനാണ്. ലക്ഷദ്വീപ് വിഷയം ഉള്ളപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമായിട്ട് ഐഷ സുൽത്താന എന്ന് പറഞ്ഞ ഈ പോരാളി, ഒരു മുസ്ലിം വനിത, ഇദ്ദേഹം ഒരു സർദാർജിയുമായിട്ട് പ്രണയത്തിലാവുന്നു. ഇപ്പോൾ വരുന്ന കമൻറ്റുകളാണ് വരുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് ഈ ജിഹാദീനെ സപ്പോർട്ട് ചെയ്യാൻ സുഡാപ്പികളെ കാണുന്നില്ല? ഇത് ഒരു മതം മാറി മോദി ഭക്തിയായിക്കൊണ്ട് മോദി ഭക്തനെ വിവാഹം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയുള്ളൂ. അപ്പോൾ ഐഷ സുൽത്താനയ്ക്ക് ഇപ്പോൾ മനസ്സിലാകുന്ന മോദിയാണ് ഏറ്റവും നല്ലത്, ആ നരേന്ദ്രമോദി ആളുടെ കൂടെയാണ് ഐഷ കൂടിയത് എന്നാണ് ഇപ്പോൾ കമൻറ്റുകൾ വരുന്നത്. ഇതിനകത്ത് കമൻറ്റുകളും ഒരു വീഡിയോ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം നാമധാരി ഐഷ സുൽത്താനെ തട്ടമിട്ടൊരു ഫോട്ടോയാണ് എപ്പോഴും ഫേസ്ബുക്കിൽ കൊടുത്തത് അല്ലേ? പല കാര്യങ്ങളും തട്ടമിട്ട ഒരു ഐഷ സുൽത്താൻ അല്ലേ? ഐഷ സുൽത്താൻ ഇപ്പൊ തട്ടമൊന്നുമില്ല. ഞാൻ പറയട്ടെ, അന്നും ചാനൽ ചർച്ചയ്ക്കൊന്നും തട്ടമില്ല. ഫോട്ടോകൾ ഇടുമ്പോൾ തട്ടമിടുന്ന ഐഷ സുൽത്താന സ്വയം മാറിയെന്നാണ് ഇപ്പോൾ കമന്റുകൾ വരുന്നത്. ഒരു സർദാർജി എന്നൊരു വ്യക്തിയുടെ കൂടെ, അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? അത് ചോദ്യം ചെയ്യുന്നതല്ല കേട്ടോ. ഞാൻ പൊതുവെ കണ്ട കമന്റുകളാണ് പറഞ്ഞത്. എനിക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു അർഹതയില്ല. ഐഷയ്ക്ക് ആരുടെ കൂടെയും ജീവിക്കാം, അതാണ് സംഭവം പറയുന്നത്. പക്ഷെ ഒരു മതപരമായ ഒരു ആചാരപ്രകാരം പോലും അല്ലാതെ ഒരു വിവാഹത്തിന് ഐഷയുടെ കുടുംബക്കാർ അല്ലെ, ലക്ഷദ്വീപ് എന്ന് പറയുന്ന മുസ്ലിം ഏരിയ ആണ്, അവിടെയുള്ളവർ അത് എത്രമാത്രം സഹിക്കും, പൊറുക്കുമെന്ന് ഐഷ വിചാരിക്കും. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെയാണ് ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് ഇതിന് ഒറ്റ ആൻസർ എന്തെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു മാമ ഉണ്ട്, എൻ്റെ ഉമ്മയുടെ ബ്രദറാണ്. ആള് അഗത്തി ഐലൻഡിലെ ഡെപ്യൂട്ടി കളക്ടർ തന്നെ ആയിരുന്നു. ഓക്കെ, അപ്പം നമ്മളെ കുടുംബത്തിലും ഉണ്ട് ആളുകൾ, നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വാപ്പ ഒരു ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു. സർവീസിലിരിക്കുമ്പോൾ തന്നെയാണ് ആൾ മരിച്ചത്, വെറ്റിനറി. എൻ്റെ ഇളയാപ്പ എന്ന് പറയുന്നത് നേവിയിലായിരുന്നു, ആളും ഒരു ഗവൺമെൻറ് ജോലിക്കാരൻ. എൻ്റെ മൂത്താപ്പ എന്ന് പറയുന്നത് പോലീസുകാരൻ. ഓക്കെ, അപ്പം ഇതൊക്കെ ഗവൺമെന്റിന്റെ സ്റ്റാഫുകളാണ് എന്ന് കരുതി ഗവൺമെന്റ് ഇപ്പൊ ഭരിക്കുന്ന BJPയുടെ അടിമകളെന്നല്ല പറയണത്. ഓക്കെ, അപ്പം പറയണ്ടേ നമ്മൾ അന്നും പിന്നെ മോദി ഫാനാണെന്നൊക്കെ പറയണ്ടേ? എൻ്റെ വാപ്പ മരിക്കുമ്പോഴേക്ക് 2014 BJP ഭരണത്തിൽ വരുന്നത്. എൻ്റെ വാപ്പ മരിക്കുന്നത് 2015. എൻ്റെ വാപ്പ ഒരു മോദി ഫാനാണോ? ഒരിക്കലും അല്ല. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ ഞാൻ കല്യാണം കഴിച്ചു എന്നത് കാരണം അതൊരു BJPക്കാരനാണെന്ന് വരുത്തുന്ന ആ ചാനൽ ചെയ്യുന്നതാണ് തെറ്റ്. എൻ്റെ ഫാമിലിയിൽ ഈ പറയുന്ന എൻ്റെ വാപ്പ, എൻ്റെ ഇളയാപ്പ, എൻ്റെ മൂത്താപ്പ, എൻ്റെ മാമ, എൻ്റെ പിന്നൊരു മാമയുണ്ട്, ഇവരൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ്. ഇവരൊക്കെ ഒരു ഗവൺമെൻറ്റിന് താഴെ വർക്ക് ചെയ്യുന്നത്. ഇവരാരും മോദി ഫാൻസ് അല്ല. ഇവരിൽ ഒരാൾ പോലും മോദി ഫാൻസ് ഇല്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.